നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ തീരുമാനമായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. റെയിൽവേ മേഖലയിൽ കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനം സംബന്ധിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ റെയിൽവേ വികസന ആവശ്യങ്ങൾ സംബന്ധിച്ചുമാണ് നിവേദനം നൽകിയത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ജനുവരി ആദ്യവാരത്തോടെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാൻ UNA ജനറൽ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. പീച്ചി ഡാമിന്റെ 2 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് മറികടന്നതിനാലാണ് ഷട്ടറുകൾ തുറന്നത്. ചാലക്കുടി പോട്ട സുന്ദരിക്കവല സർവീസ് റോഡ് നവീകരണം ഇനിയും ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ സമരത്തിനൊരുങ്ങി നാട്ടുകാർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കരയിൽ നടന്നു. 110 മാതൃകാ പദ്ധതികൾക്കാണ് ജില്ലയിൽ തുടക്കമിടുന്നത്. മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം നാടെങ്ങും ആചരിക്കുന്നു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കരുമത്ര 46ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഗാന്ധി സ്മൃതി സംഗമം നടന്നു. വിനോദ് മാടവന ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ പാലത്തിലെ റോഡിന്റെ കുഴികൾ അടച്ചത് അശാസ്ത്രീയമാണെന്ന ആരോപണം. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴി അടച്ചത് പൊളിഞ്ഞുപോയി ഇരുമ്പ് കമ്പികൾ പുറത്തായ നിലയിലാണ്. കുരിയച്ചിറ സെന്റ് ജോസഫ്സ് മോഡൽ സ്കൂളിൽ കുട്ടികൾക്കു വേണ്ടി സ്വിമ്മിംഗ് പൂൾ ആരംഭിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പൂൾ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായി അത്താണി സെന്ററിൽ പബ്ലിക് ടോയ്ലറ്റ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്തിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ പഞ്ചായത്തുതല ശില്പശാല തെക്കുംകര പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെയും ബ്രഹ്മയോഗയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അയ്യന്തോൾ പാർക്കും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ യജ്ഞം തൃശൂർ വെസ്റ്റ് SHO P ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് താലൂക്ക് ആശുപത്രി പരിസരത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. സ്മൃതി സദസ്സ് മുൻ UDF മണ്ഡലം കൺവീനർ K നവാസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ സേവ പദ്ധതിയുടെ ഭാഗമായി സ്കൂളും പരിസരവും വൃത്തിയാക്കി. മേജർ PJ സ്റ്റൈജു ശുചിത്വദിന സന്ദേശം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PK കാസിം ഉദ്ഘാടനം ചെയ്തു. പുതൂർക്കര 60-61 ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. രാമചന്ദ്രൻ പുതൂർക്കര ഉദ്ഘാടനം ചെയ്തു.
പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ പുഷ്പാർച്ചന നടത്തി. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിൽ ബാലകലോത്സവം നടന്നു. തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചായ്പൻകുഴി സെന്ററിൽ പീലാർമൂഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് വയോജന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KI പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. ഫാദർ ബെന്നി ചെറുവത്തൂർ മേള ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2008 SSLC സംസ്കൃതം ബാച്ചിന്റെ റീയൂണിയനും കുടുംബസംഗമവും നടന്നു. അധ്യാപകരായ ഉഷാദേവി, സോഫിയ, ബിനു, വിദ്യാർത്ഥി പ്രതിനിധി വിഷ്ണു എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഡാട്ട് വെസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. പേരാമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനു ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. KPCC മെമ്പർ CO ജേക്കബ് ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. പവന് 400 രൂപ വർദ്ധിച്ച് 56,800 രൂപയും ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,100 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ ജോർദാനിലെ മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനിക്ക് സമീപം പതിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ തുടർന്ന് തകർന്ന റോക്കറ്റുകളുടെ ഭാഗമാണ് തൃശൂർ സ്വദേശികളടക്കം 1000-ഓളം പേർ പണിയെടുക്കുന്ന ജോർദാനിലെ കമ്പനി വളപ്പിൽ പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. KSEBL ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി അരിമ്പൂർ സെക്ഷനിൽ ശുചീകരണ പ്രവർത്തികൾ സംഘടിപ്പിച്ചു. സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും NSS യൂണിറ്റുകളും സംയുക്തമായി ഗാന്ധി ജയന്തി ആഘോഷിച്ചു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ വച്ചതിന്റെ 100ാം ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം നടന്നു. എരുമപ്പെട്ടി വായനശാല പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരവും പാതയോരവും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിസരവും ശുചീകരിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മധു, വിജയരാജ്, നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഇത്തനോളി നഗറിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാറയിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയത്തിനു കീഴിലുള്ള തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്ലാസ്റ്റിക് ശേഖരണവും കുളം ശുചീകരണവും നടത്തി. വരവൂർ പഞ്ചായത്ത് അംഗം V സക്കീന ഉദ്ഘാടനം ചെയ്തു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ ഫെസ്റ്റ് ഈ മാസം 4, 5 തീയതികളിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ സാങ്കേതിക സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവയിൽ നിന്ന് 15,000-ലധികം പേർ ഫെസ്റ്റിൽ പങ്കെടുക്കും. മണ്ണുത്തി VVS ഹൈസ്കൂൾ 81-82 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി. റവന്യൂ മന്ത്രി K രാജന് തുക കൈമാറി. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം 13ാം വാർഡിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും നടന്നു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ആളൂർ പഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെള്ളാഞ്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCF സെന്റർ ഉദ്ഘാടനവും ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ 3 മുറിയിലെ ശാന്തി ഭവൻ വയോജന മന്ദിരം സന്ദർശിച്ചു. കേഡറ്റുകൾ സമാഹരിച്ച അവശ്യ വസ്തുക്കൾ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ ശാന്തി ഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ കൊച്ചുറാണിക്ക് കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഏത്തായ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ 35 സെന്റ് ശ്മശാന ഭൂമി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വാക്കാട്ട് തിലകരാജ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടന്നു. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ മഹാത്മാഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശുചിത്വ ദിനം ആചരിച്ചു. തൃശൂർ NDRFന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി ഡിവിഷൻ കൌൺസിലർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെവൂർ YMCA യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് സർക്കാർ ആയുർവേദ ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. YMCA വുമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ആദരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ദേശീയ സമ്പാദ്യ പദ്ധതി തൃശൂർ ജില്ലാ ഓഫീസും പരിസരവും ജീവനക്കാരും ഏജന്റുമാരും ചേർന്ന് ശുചീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.